പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കടക്കുന്നത് ADGP MR അജിത് കുമാറിനെ മാറ്റുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. 2 ആഴ്ച കഴിഞ്ഞു അല്ലേ? 3 ആഴ്ചയെ ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറുമോ, സസ്പെൻഷൻ ഉണ്ടാകുമോ, ഡിസ്മിസൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു PV Anwar ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സസ്പെൻഷനും പോരാ, ഡിസ്മിസൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. CPI പറയുന്നത് മാറ്റി നിർത്തണം എന്ന് തന്നെയാണ്. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും. ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായകമാണ്. PV Anwarന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGPക്കെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. ഒക്ടോബർ 4-ാം തീയതിക്ക് മുൻപ് ഈ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് DIGയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം PV Anwarന്റെ അടക്കമുള്ള മൊഴിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ADGPക്കെതിരായ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. തൃശ്ശൂരിലെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യേണ്ട, അത് വേറെ അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PV Anwarന്റെ പരാതിയിലും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ADGPയുടെ മൊഴി DGP രേഖപ്പെടുത്തിയിരുന്നു. കുറേ മണിക്കൂറുകൾ എടുത്താണ് ADGPയുടെ മൊഴി രേഖപ്പെടുത്തിയത്. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാകും MR അജിത് കുമാറിനെതിരെ നടപടി വേണമോ എന്നതിൽ സർക്കാർ തീരുമാനമെടുക്കുക. തൃശൂർ പൂരം വിവാദത്തിലെ തുടരന്വേഷണത്തിലും ഉടൻ തീരുമാനമാകുമെന്നാണ് വിവരം. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തലസ്ഥാനത്ത് നിന്നും. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തേക്കൊക്കെ നാളെ മുതൽ വാർത്തയ്ക്ക് ക്ഷാമം ഉണ്ടാകത്തില്ലല്ലോ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് ഇത്തവണ ആയുധമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട മൂർച്ചയേറിയ ആയുധം ADGP ആണ്. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ ഭരണപക്ഷം നാളെ നിയമസഭയിലെത്തിയാൽ അത് തന്നെ വെടിപൊട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവുമാണ്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിന് കൈമാറുമ്പോൾ ഇന്ന് തന്നെ നടപടി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, അതല്ല കാത്തിരുന്ന് നടപടിയിലേക്ക് കടക്കുകയുള്ളൂ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം TV പ്രസാദ്? അരുൺ, നിലവിലുള്ള സാഹചര്യത്തിൽ ഗുഡ് മോർണിംഗ് അരുൺ. നിലവിലുള്ള സാഹചര്യത്തിൽ ADGPയെ മാറ്റാതെ ഭരണപക്ഷത്തിന് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അരുൺ പറഞ്ഞത് തന്നെയാണ്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. നാളെ ചെറിയൊരു ആശ്വാസം ഭരണപക്ഷത്തിന് നിയമസഭയിൽ കിട്ടും എന്നതാണ്. കാരണം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഭ പിരിയാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 7-ാം തീയതി മാത്രമാണ് സഭ ഈ വിഷയത്തിൽ കലുഷിതമാകാൻ സാധ്യത. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു മാസത്തിനകം ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് DGP സമർപ്പിക്കേണ്ട റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഒരു മാസം പൂർത്തിയാവുകയാണ്. ADGPക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് അരുൺ ചോദിച്ചതുപോലെ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അന്ന് ഭരണപക്ഷത്തായിരിക്കെ CPMൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച PV Anwar ഉയർത്തിയ ആരോപണങ്ങൾക്ക് ശേഷം ഒരു മാസം, ഈ കഴിഞ്ഞ അന്വേഷണം നടക്കുന്ന ഒരു മാസവും ADGP അജിത് കുമാർ ആ കസേരയിൽ തന്നെ ഭദ്രമായി ഇരുന്നു എന്നുള്ളിടത്താണ് ADGPയുടെ വിജയം എന്നുള്ളത്. അതായത് ADGP MR അജിത് കുമാറിനെ അത്ര പെട്ടെന്ന് തള്ളാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ കഴിയില്ല എന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ മാറ്റാനുള്ള തീരുമാനം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി എടുത്താൽ തന്നെയും അത് PV Anwar ഉയർത്തിയ ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് വരരുത് എന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കുണ്ട്, സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉയർത്തിയ ആരോപണത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരുടെ ഉറച്ച നിലപാടിൻ്റെ ഭാഗമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കമായിരിക്കും മുഖ്യമന്ത്രി നടത്തുക. അത് എപ്പോഴുണ്ടാകും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിലേക്ക് ADGPയെ മാറ്റാതെ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വൈകിട്ട് കൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ AKG സെൻറ്ററിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലും ADGP MR അജിത് കുമാറിനെ നീക്കും എന്ന ഉറപ്പാണ് CPIക്ക് കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ADGPയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻവർ ഉയർത്തിയ ആരോപണത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റുന്നെങ്കിൽ തന്നെയും ഈ നടപടി എന്ന് ഒരിക്കലും പുറത്തു വരരുത്, അങ്ങനെ ഒരു ചർച്ച പുറത്തുണ്ടാവരുത്. മറിച്ച് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ്
ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ADGP MR അജിത് കുമാറിനെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യവും അന്വേഷണം തുടങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് PV അൻവറിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായി എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഒരുപക്ഷെ ADGP MR അജിത് കുമാറിനെ എതിരെ കടുത്ത ശുപാർശകളുമായുള്ള റിപ്പോർട്ടായിരുന്നു DGP സമർപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡോടുകൂടി അതിലൊരു മയം വരും എന്ന കാര്യം ഉറപ്പാണ്. അത്രയേറെ കടുത്ത റിപ്പോർട്ടിലേക്ക് പോവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും ഉയർത്തിയ വിവാദങ്ങളിൽ ചിലതിലെങ്കിലും DGPക്ക് നടപടിക്കുള്ള ശുപാർശ കൊടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉന്നതരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ തെളിഞ്ഞു കാണുന്നത്. TV പ്രസാദ്, തീർച്ചയായിട്ടും വലിയ സമ്മർദ്ദമുണ്ട്. CPയുടെ ഇന്നലെ വീണ്ടും സമ്മർദ്ദം CP സർക്കാരിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. TV പ്രസാദ്, മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇന്നലെ പ്രതിപക്ഷം ഒരു വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ ചില ചോദ്യങ്ങൾ തരം മാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ആരോപിച്ചത്. അതായത് നക്ഷത്രചിഹ്നമിട്ട ചോദ്യമായി കൊടുത്ത കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതേപോലെ RSS ADGP കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, ഈ വിഷയങ്ങളിൽ നക്ഷത്രചിഹ്നമിട്ട ചോദ്യമാണ് പ്രതിപക്ഷം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഓറലായി വാക്കാൽ തന്നെ മന്ത്രിമാർ മറുപടി പറയേണ്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ നിന്ന് നക്ഷത്രചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്രം ഒഴിവാക്കി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരം മാറ്റിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്ക് സഭയിൽ വാക്കാൽ മറുപടി പറഞ്ഞ് സപ്ലിമെന്ററി ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളാക്കി അവ പുനഃസ്ഥാപിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ ഇന്നിപ്പോൾ സ്പീക്കർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ? ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് സ്പീക്കർ AN ഷംസീർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ നിയമസഭാ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളാണ് സ്പീക്കർ AN ഷംസീർ ഇന്ന് പറയുക. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് PV അൻവറിൻ്റെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ടതാണ്. അതിലും പ്രധാനപ്പെട്ടതാണ് അരുൺ ഇപ്പോൾ സൂചിപ്പിച്ച നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിലേക്ക് മാറ്റിയ കാര്യം. അതായത് അരുൺ പറഞ്ഞതുപോലെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ നിയമസഭയിൽ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറുപടി പറയുക. ഇതിൽ ADGPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പ്രത്യേകിച്ച് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ, അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി ചോദിച്ചെങ്കിലും അതല്ലാത്ത നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ഇന്നലെ തന്നെ VD സതീശൻ ഇതിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരൽപ്പം അതിൽ നിന്ന് ഒരാശ്വാസം കിട്ടുകയാണ്. കാരണം തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ നേരിട്ട് ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിവാകാനുള്ള ഒരവസരം ഉണ്ടാകുന്നു. തൃശൂർ പൂരം മാത്രമല്ല, കാഫിർ ഉൾപ്പെടെയുള്ള പല വിവാദ വിഷയങ്ങളും അതിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ എന്തായാലും പ്രതിപക്ഷം അത് വിടാൻ തയ്യാറല്ല. എന്തായാലും ഇത്തരം വിഷയങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നക്ഷത്ര ചിഹ്നമിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഴുവൻ മാറ്റി എന്നുള്ളിടത്താണ് പ്രതിപക്ഷത്തിൻ്റെ ആശങ്കയും പരാതിയും. അതിൽ നിന്ന് സ്പീക്കർ AN ഷംസീർ എന്ത് മറുപടി പറയും എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഓക്കെ.